പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ മലമ്പുഴ ഡാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട്ടുകാർ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ ആ യാത്ര ചെന്ന് അവസാനിച്ചിരുന്നത് മലമ്പുഴ ഡാമിലായിരുന്നു. മലമ്പുഴ ഡാമിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇവിടെയുള്ള റോപ്പ് വേ. പാലക്കാട് ടൗണിൽ നിന്ന് പെട്ടെന്ന് പോയി വരാൻ കഴിയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് മലമ്പുഴ. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് മലമ്പുഴ ഡാമിനടുത്തെത്താൻ കഴിയും. പാലക്കാട്ടുകാർക്ക് നെൽപ്പാടങ്ങൾ അത്ര പുതുമയുള്ളതൊന്നുമല്ല. പക്ഷേ ഈ നാട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പോൾ നമ്മളതെല്ലാം മിസ് ചെയ്യാറുണ്ട്. പാടവരമ്പത്ത് കൂടെയുള്ള നടത്തവും അതിൽ നിന്നടിക്കുന്ന പ്രത്യേകതരം കാറ്റും ഇതൊന്നും വേറൊരു സ്ഥലത്തിനും അവിടുത്തെ കാഴ്ചകൾക്കും ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയില്ല. ഏതൊക്കെ നാടുകളിൽ യാത്ര ചെയ്താലും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ നാട് തന്നെയാണ്. എത്ര നല്ല കാഴ്ചകൾ കണ്ടാലും സ്വയം മനസ്സിൽ പറയാറുണ്ട്, എൻ്റെ നാട്ടിൽ ഇതിനേക്കാൾ നല്ല കാഴ്ചകളുണ്ടെന്ന്. നമ്മളിപ്പോൾ തെക്കേ മലമ്പുഴയിലുള്ള സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ അടുത്തെത്തി. ഇടുക്കി അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ പോയ ഫീലാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ പാലക്കാട് നെൽപ്പാടങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പോയ ഒരു ഫീല് തരുന്ന സ്ഥലങ്ങളും ഇവിടെ തന്നെയുണ്ട്. മഴക്കാലത്ത് ഈ സ്ഥലം കാണാൻ പ്രത്യേക ഫീലാണ്. കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ മഴക്കാലത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തിരിച്ച് തെക്കേ മലമ്പുഴയിലേക്ക് കയറുമ്പോൾ കാണുന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. മലമ്പുഴ ഗാർഡൻസിന് മുൻപായി ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം തെക്കേ മലമ്പുഴയിലേക്ക് പോകാൻ. പണ്ട് ഈ സ്ഥലങ്ങളൊക്കെ പാലക്കാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. പോകുന്ന വഴിയുടെ 2 സൈഡും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മലമ്പുഴ റോപ്പ് വേയുടെ എൻട്രൻസിൻ്റെ സൈഡിലൂടെയുള്ള വഴി കൂടെ വന്നാലും ഇവിടെ എത്താൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ്. പോകുന്ന വഴിക്ക് ഒരു സൈഡ് മുഴുവൻ ഡാമിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പാലക്കാട് ടൗണിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഈസിയായി വന്നു പോകാൻ പറ്റുന്ന സ്ഥലമായത്. എത്ര കണ്ടാലും മതി വരില്ല എന്ന സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ സ്ഥലത്തിന്. ഈ സ്ഥലം സീസൺ അനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റാണ് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാറ്. വേറൊരു സൈഡിലുള്ള വ്യൂ ആണിത്. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ വെയിലൊക്കെ നമ്മൾ മറന്നു പോകും. ഇവിടെയെല്ലാം വ്യൂ പോയിന്റുകളാണ്. എവിടെ വണ്ടി നിർത്തി നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ. ഒരു സൈഡ് ഡാമും മറ്റൊരു സൈഡ് ചെറിയ കുന്നുകളുമായിട്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുക. തെക്കേ മലമ്പുഴയുടെ യാത്ര പറഞ്ഞ് നമുക്കിനി ആനക്കൽ സൈഡിലേക്ക് പോവാം. മലമ്പുഴയിൽ വന്നാൽ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ ഷട്ടർ തുറന്നതിനാൽ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. മലമ്പുഴ ഡാമിൻ്റെ വ്യത്യസ്തമായ ഒരു വ്യൂ ആണ് നമ്മൾ ഇതുവഴി പോകുമ്പോൾ കാണാൻ കഴിയുക. ആ റോഡ് ഫോളോ ചെയ്ത് വന്നപ്പോൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് കണ്ടത്. കുറച്ചു നേരം ഞാൻ മലമ്പുഴയിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു. തെക്കേ മലമ്പുഴ പോലെ തന്നെ ഈ പോകുന്ന വഴിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും വലുതും പോപ്പുലറുമായിട്ടുള്ള ഡാമുകളിലൊന്നാണ് നമ്മുടെ മലമ്പുഴ ഡാം. മലമ്പുഴ നദിയിലാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. മലമ്പുഴയെ ഫേമസ് ആക്കുന്ന കാര്യം ഇവിടുത്തെ തൂക്കുപാലം, യക്ഷിയുടെ സ്റ്റാച്യു, അതുപോലെ ഇവിടുത്തെ റോപ്പ് വേ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. വലിയ റേറ്റൊന്നുമില്ല ടിക്കറ്റിന്. പക്ഷേ അത് കാണാൻ നിന്നാൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ യാത്രയുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ മലമ്പുഴയിലെ ടിക്കറ്റൊന്നും എടുക്കാതെ കാണാൻ പറ്റിയ കാഴ്ചകളാണ്. മലമ്പുഴ ഗാർഡനേക്കാളും കൂടുതൽ ഈ ഭാഗത്തേക്കാണ് ഇന്ന് ആളുകൾ എത്തിപ്പെടാറുള്ളത്. ടിക്കറ്റൊന്നും എടുക്കാതെ മലമ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ്. ഒരു ഡ്രൈവോ അല്ലെങ്കിൽ 2 വീലർ എടുത്ത ഒരു റൈഡോ പോവാൻ പറ്റിയ സ്ഥലം. കാറ്റും കൊണ്ടിരിക്കാനും മറ്റുമായി ഒരുപാട് പേർ ഈ ഭാഗത്തേക്ക് വരാറുണ്ട്. മഴക്കാലത്താണ് ഈ സ്ഥലത്തിന് ഏറ്റവും ഭംഗി. എത്ര കണ്ടാലും ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും ഒട്ടും ബോറടിക്കില്ല. ആളും ബഹളമൊന്നുമില്ലാതെ കാടിനുള്ളിലേക്കൊരു യാത്ര. പ്രകൃതിയെ അടുത്തറിഞ്ഞ് കാടിനുള്ളിലെ കാഴ്ചകളും കണ്ട് കിളികളുടെ ശബ്ദവും കേട്ട് കൂറ്റൻ മരങ്ങളുടെയും ചെടികളുടെയും വിവിധതരം പൂക്കളുടെയും എല്ലാം ഭംഗി കണ്ടാസ്വദിച്ച് കാട്ടിലൂടെയുള്ള യാത്ര. വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു ഇത്. പോകുന്ന വഴിക്കെല്ലാം മനോഹരമായ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. എവിടെയും നിർത്തുന്നില്ല. ഒറ്റ ലക്ഷ്യമേയുള്ളൂ, എത്രയും പെട്ടെന്ന് കവയിലെത്തുക. അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പച്ചപ്പുകൾക്കിടയിലൂടെ പാലക്കാടൻ കാറ്റും കൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതുവഴി വരാം. നമ്മൾ മുന്നോട്ട് പോകുന്തോറും കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. പാലക്കാട് നെൽപ്പാടങ്ങൾ മാത്രമല്ല, വേറെന്തൊക്കെയോ ഉണ്ട്. അത് തേടിയുള്ള യാത്രയാം ഇവിടുന്ന് അങ്ങോട്ട്. ഒരു പരിചയമില്ലാത്ത വഴിയിലൂടെ വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാം ഇതെല്ലാം.
അപ്രതീക്ഷിതമായി കാണുന്ന ഇതുപോലുള്ള കാഴ്ചകൾ എപ്പോഴും തീർത്താ തീരാത്ത സന്തോഷം പകർന്നു തരാറുണ്ട്. വാക്കുകൾ കൊണ്ടൊന്നും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ കാണാറുള്ള നെൽപ്പാടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാലക്കാടിൻ്റെ മറ്റൊരു മുഖം. പോകുന്ന വഴിക്കും ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അറിയാത്ത വഴിയിലൂടെ നമ്മൾ എപ്പോൾ സഞ്ചരിക്കുമ്പോഴും മനസ്സിലുള്ളൊരു ആകാംക്ഷയുണ്ടാകും. അടുത്തതായി എന്താണ് കാണാൻ പോകുന്നത് എന്ന ആകാംക്ഷ. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ നിമിഷം നമ്മുടെ കയ്യിലില്ല. പക്ഷേ കണ്ണൊന്ന് തുറന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരുന്നാൽ അതിനുള്ള ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. മരച്ചിലകൾക്കിടയിലൂടെ കാണുന്ന ഡാമും ആ മലനിരകളും ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. കൺമിഴി ചിമ്മാതെ ഈ മനോഹരമായ വഴിയിലൂടെ പുതിയ കാഴ്ചകൾ തേടി വീണ്ടും മുന്നോട്ട്. നെല്ലിയാമ്പതി കയറുന്ന ഫീലൊക്കെ മനസ്സിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇതാണ് ഞാൻ നോക്കി നടന്ന സ്ഥലം. കല്ലമ്പുഴ പാലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിറയെ കല്ലുകളും അതിനിടയിൽ കൂടെ വരുന്ന പുഴയും. അങ്ങനെയായിരിക്കാം ഈ പുഴയ്ക്ക് കല്ലമ്പുഴ എന്ന പേരിട്ടത്. ഈ പാലത്തിൻ്റെ തൊട്ടു താഴേക്ക് നോക്കിയപ്പോൾ ചെക്ക് ഡാം പോലെ തോന്നി. അതൊന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഒന്നുകൂടി അടുത്തുപോയി നോക്കിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഒരു ചെക്ക് ഡാം പോലെ തോന്നുന്നില്ല. ഈ ഒഴുകിപ്പോകുന്ന വെള്ളം നോക്കി ഇവിടെയൊരു മരച്ചുവട്ടിലിരുന്നാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാനേ തോന്നില്ല. ഒരു പണിയുമില്ലാതെ വെറുതെ ഇവിടെ ഇരുന്നാലും മണിക്കൂറുകളോളം ഒരു മടിയും കൂടാതെ ഇവിടെ അങ്ങ് ഇരുന്നു പോകും. അതാണ് ഇതുപോലുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത. പടുകൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നതിനിടയിലൂടെ ചെറിയൊരു വഴി. യാത്രകൾ എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അറിയാത്ത വഴികളിലൂടെയുള്ള ഇതുപോലുള്ള യാത്രകൾ കൂടുതൽ നല്ല ഓർമ്മകൾ സമ്മാനിക്കാറ്. മനസ്സിൻ്റെ കോണിൽ എവിടെയോ കാത്തു സൂക്ഷിക്കുന്ന ഓർമ്മയാകുന്ന ആ യാത്രാക്കുറിപ്പുകൾ പിന്നീട് എടുത്തു മറിച്ചു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് മലമ്പുഴ ഡാം. ഈ മലമ്പുഴ ഡാമിൻ്റെ വലിപ്പം ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കവ. ഇതുവഴി യാത്ര ചെയ്താൽ പല ഭാഗങ്ങളിലായി മലമ്പുഴ ഡാം കാണാൻ കഴിയും. വേനൽക്കാലത്ത് വെള്ളം അകത്തേക്ക് കയറിപ്പോകും. മഴക്കാലത്താണ് ഇവിടെ വരുന്നതെങ്കിൽ റോഡിനോട് ചേർന്ന് ഡാമിലെ വെള്ളം കാണാൻ കഴിയും. അതുപോലെ ഡാമിൻ്റെ പലയിടങ്ങളിലായി കാണാൻ കഴിയുന്ന കരിമ്പനകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. കവയുടെ ഒരു ഐക്കോണിക് പിക്ചർ എന്ന് പറയുന്നത് ഈ ഡാമും കരിമ്പനകളും തൊട്ടുപിറകിലായുള്ള മലനിരകളെല്ലാം ഉൾപ്പെട്ടതാണ്. കവ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്ന ആ ഒരു ചിത്രവും അതുതന്നെയാണ്. പാലക്കാട്ടെ പ്രശസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം. ഈ സ്ഥലം പ്രശസ്തമാവാൻ ഒരു കാരണം അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് മലയാളം സിനിമകളാണ്. നല്ലൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് കൂടിയാണിവിടം. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു സ്ഥലമാണിത്. അധികം തിരക്കില്ലാത്ത സമയത്തെല്ലാം ഇതുവഴി വന്നാൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കിട്ടുക.